ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നടന്ന ഇരട്ട കൊലപാതകത്തിൻ്റെ ചില എപ്പിസോഡുകൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് ആ വീടും അതിൻ്റെ പരിസരവും ഈ കൊലപാതകി ആ വീട്ടിനുള്ളിലേക്ക് കയറാൻ നടത്തിയ ശ്രമങ്ങളും അതിലേക്ക് വേണ്ടി ആ വീടിൻ്റെ മുൻവശത്തെ ഡോറിൽ അയാൾ കാട്ടിക്കൂട്ടിയത് എന്ന് പറയുന്ന ചില പ്രവർത്തികളുമൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ വീട് ഏകദേശം 62 സെൻറ്റോളം വിസ്തീർണമുള്ള ഒരു ഭൂമിയിൽ നടുവിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ്. ഒരു കൂറ്റൻ മണിമാളികയാണ്. ഈ മണിമാളികയിലാണ് വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെട്ട് കിടന്നത്. ആ വീടിൻ്റെ എല്ലാ വശങ്ങളും ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു. ശവസംസ്കാര ചടങ്ങിന് എത്തുമ്പോൾ ആ വീടിൻ്റെ പരിസരം വ്യക്തമായും കാണാനും ആവശ്യമായ ഭാഗങ്ങൾ ഒക്കെ ഞങ്ങൾ ദൃശ്യവൽക്കരിക്കാനും കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ ടീം വളരെ നന്നായി തന്നെ ആ ജോലി നിർവഹിച്ചു. അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് ആ വീട്ടിൽ നടന്ന ശവസംസ്കാര ചടങ്ങുകളുടെ ചിത്രങ്ങളായിരുന്നു ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ആ വീടിലെ എല്ലാ ഭാഗങ്ങളും, വീട്ടിനുള്ളിലല്ല, വീടിൻ്റെ മുൻവശത്തും അതിൻ്റെ മറ്റ് വശങ്ങളിലുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വീടിൻ്റെ മെയിൻ ഡോറിന് മുമ്പിൽ കൊണ്ടുവച്ചിരുന്ന ഈ അമ്മിക്കല്ല് എന്ന് പറയുന്ന കല്ല് പോലും എടുത്ത ഭാഗവും ഒക്കെ തന്നെ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞിരുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അവിടുത്തെ കാവൽക്കാരൻ, അതുപോലെ കാവൽ നായയുടെ ഇപ്പോഴത്തെ സ്ഥിതി, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് ആ വീട്ടിലെ പുതുമയുള്ള ആ കാഴ്ചകൾ ഒക്കെ തന്നെ, ആ വീട്ടിലെ പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടതുണ്ട്. അതെല്ലാം അനുബന്ധമായി വിവരിക്കുന്നുണ്ട്. തീർച്ചയായും ഈ എപ്പിസോഡ് പൂർണ്ണമായും നിങ്ങൾ കാണുക. കോട്ടയം തിരുവാതുക്കൽ 2 പേരെ കൂട്ടക്കൊല ചെയ്ത വീട്ടിൻ്റെ ചിത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ശ്രീ വിജയകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ മീരയും താമസിച്ചിരുന്നതും കൊല്ലപ്പെട്ടതുമായ വീട്. ഈ വീടിൻ്റെ പരിസരങ്ങളും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളുമൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ വീട്ടിൽ കൊലപാതകം നടന്ന ദിവസം കണ്ട ചില പോലീസിൻ്റെ കൈവശം കിട്ടിയതുമായ ചില തെളിവുകളും ഈ ദൃശ്യത്തിൽ കാണിക്കുന്നുണ്ട്. ഈ വീട്ടിലിപ്പോൾ ഇത്രയും പേർ നിൽക്കുന്നത് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നവരാണ്. 62 സെൻറ്റോളമുള്ള സ്ഥലമാണ് ഇവിടെയുള്ളത്. ഇത്രയും വിശാലമായ ഒരു കോമ്പൗണ്ടിലാണ് ഇതുപോലുള്ള ഒരു കൂറ്റൻ വീട് പണിതുയർത്തിയത്. 3 കാറുകൾ കോമ്പൗണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കോമ്പൗണ്ടിലെമ്പാടും ധാരാളം മരങ്ങളും ചെടികളുമൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഏതു വശത്തും നോക്കിയാലും ഈ മരങ്ങളും ചെടികളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. പച്ചപ്പുള്ള മനോഹരമായ മരങ്ങൾ. ഇതിന് നടുവിലായിട്ടാണ് 2 നിലയുള്ള ഈ 5000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ ഒരു വശത്ത് അലങ്കാര പനകൾ നട്ട് വളർത്തിയിട്ടുണ്ട്. താഴെ ധാരാളം പുൽച്ചെടികൾ നട്ട് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഏത് വശത്ത് നിന്ന് വീട്ടിലേക്ക് നോക്കിയാലും നമുക്ക് ആ വീട് വളരെ മനോഹരമായി തന്നെ പണിതിട്ടുണ്ട് എന്ന് വ്യക്തമാകും. ധാരാളം അരളി ചെടികളാണ് കൂടുതലും നട്ട് വളർത്തിയിരിക്കുന്നത്. ചട്ടിയിൽ വീടിൻ്റെ 4 വശവും ഇത്തരം അരളി ചെടികൾ ഉണ്ട്. ഇത് വീടിൻ്റെ ഒരു വശമാണ്. അവിടെ ഒരു പ്ലാവുണ്ട്. ധാരാളം ചക്കകൾ അവിടെ കായ്ച്ച് കിടക്കുന്നുമുണ്ട്.
ഇത് വീടിൻ്റെ പിൻവശത്തേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെയും വ്യത്യസ്തങ്ങളായ മരങ്ങളുണ്ട്. ഇവിടെയാണ് ഇതാ കാണുന്നുണ്ടല്ലോ, ഇതാണ് അരയ്ക്കാൻ ഉപയോഗിച്ച പരമ്പരാഗത രീതിയിലുള്ള കല്ല്. ഈ ആട്ടുകല്ലാണ് വീടിന് മുൻവശത്ത് കൊലപാതകം നടന്ന ദിവസം പോലീസ് കണ്ടത്. അവിടെ എത്തിയ വേലക്കാരിയും ഇത് കാണുന്നുണ്ടായിരുന്നു. ഒരു മഴുവും ഇവിടെ നിന്ന് കിട്ടി. പരമ്പരാഗതമായ ഒരു അരയ്ക്കൽ കല്ലാണ് നമ്മൾ കണ്ടത്. ഇതും പ്രതി വീട്ടിന് മുമ്പിൽ കൊണ്ടുവന്ന് വച്ചിരുന്നു. ഇതാണ് പിൻവശത്തുള്ള മതിൽ. ഈ പിൻവശത്തുള്ള മതിലിൽ കൂടിയാണ് പ്രതി അകത്ത് കടന്നതെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പിൻവശത്തുള്ള പട്ടിക്കൂടാണ്. ഇവിടെയാണ് പട്ടികൾ മയങ്ങി കിടന്നത്. 2 പട്ടികളിൽ ഒരെണ്ണം ചത്തുപോയെന്നും ഒരെണ്ണം മാത്രം അവശേഷിക്കുന്നു എന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ വേലക്കാരി ഞങ്ങളോട് പറഞ്ഞത് 1 മാസം മുമ്പാണ് ഒരു പട്ടി ചത്തതെന്നും ഇപ്പോൾ ഒരു പട്ടി മാത്രമേ ബാക്കിയുള്ളൂ എന്നും പറഞ്ഞു. പക്ഷേ ഈ ഭാഗം ചിത്രീകരിക്കുമ്പോഴൊന്നും ഈ പട്ടി യാതൊരു ഭാവഭേദവുമില്ലാതെ മയങ്ങിക്കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അപരിചിതനായ ഒരാൾ വന്നാൽ സാധാരണ പട്ടികൾ കുരയ്ക്കാറുണ്ട്. പക്ഷേ ഈ വീട്ടിൽ വളർത്തിയ ഈ പട്ടി മയങ്ങിക്കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനെന്തോ ഭക്ഷണം മായം കലർത്തിയത് നൽകി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നു. പിൻവശത്തും ധാരാളം ചെടികൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. പൂക്കളെല്ലാമുള്ള ചെടികളും മരങ്ങളാലും ശരിക്കും വീട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് വീടിൻ്റെ പിൻവശമാണ് നിങ്ങൾ കാണുന്നത്. പട്ടിക്കൂടും ഈ പിൻവശത്താണ്. അവിടെയും അരളിച്ചെടികൾ ധാരാളം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. പിൻവശത്ത് പോലും ഇത്രയും ചെടികൾ നട്ട് പിടിപ്പിക്കുന്നത് അപൂർവമാണ്. മുൻവശത്ത് വരുന്നവർക്ക് കാണുന്നതിനും മറ്റും ചെടികൾ പിടിപ്പിക്കാറുണ്ടെങ്കിലും പിൻവശത്ത് സാധാരണ ചെയ്യാറില്ല. ഈ മതിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഈ പിൻവശത്തെ മതിൽ ചാടി കടന്നാണ് ഈ പ്രതിയായ അമിത് ഒറാങ് ഈ വീട്ടിലേക്ക് കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഇവിടെ 2 കമുകിൻ നിപ്പുണ്ട്. ഈ കമുകിലൂടെയാണ് അയാൾ മതിൽ കടന്ന് വീട്ടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിയതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിലെവിടെ നോക്കിയാലും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെടികൾ ധാരാളമുണ്ട്. ആ കമുകിൻ തൈകളാണ് നിങ്ങൾ 2 ഇപ്പോൾ കാണുന്നത്. ഈ ചെറിയ ഗേറ്റ് പട്ടിക്കൂട് കടന്ന് അകത്തേക്ക് പോകുന്നതിന് വേണ്ടി പിൻവശത്തുള്ള ഗേറ്റാണ്. അത് സാധാരണ രീതിയിൽ ലോക്ക് ചെയ്യില്ല എന്ന് നമുക്കിപ്പോൾ കണ്ടപ്പോൾ തോന്നുന്നു. ഈ വീടിൻ്റെ വശങ്ങളിൽ ഒരു ഭാഗത്ത് ധാരാളം വാഴകൾ നട്ടിട്ടുണ്ട്. വാഴകൾ കൂടാതെ മറ്റ് ചില സസ്യങ്ങളും ഇവിടെ നട്ട് പിടിപ്പിച്ചതായി കാണുന്നുണ്ട്. എങ്ങും പൂക്കളുണ്ട്. ഈ വശത്താണ് മകൻ്റെ മൃതശരീരം ചിതയിൽ വച്ചത്. അവിടെ തന്നെയാണ് വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങളും ഇപ്പോൾ മൊബൈൽ ക്രിമറ്റോറിയത്തിൽ ദഹിപ്പിക്കാൻ ഉദ്ദേശിച്ച് കൊണ്ടുവന്നിട്ടുള്ളതും. ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു ഭാഗത്തുള്ള കോമ്പൗണ്ടിൽ ഭംഗിക്ക് വേണ്ടി നട്ടുവളർത്തുന്ന പനകൾ കാണാം. ഇതാണ് ആ വീട്ടിൻ്റെ കോമ്പൗണ്ടിലുള്ള കാറുകൾ. ഇത് വിദേശത്ത് നിന്നും കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു. 3 കാറുകളുണ്ട്. ഇത് BMW കാറാണ്. AG3 എന്ന് പറയുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാർ നമ്പർ തന്നെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാറും ഇതാണ്. ഇങ്ങനെ 3 കാറുകൾ ഈ വീട്ടിലുണ്ട്. മകൻ്റെ
കൊലപാതകം നടന്ന ദിവസത്തെ കാറ് വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് മകൻ്റെ ബ്ലഡൊക്കെ ചെതറി വീണതുകൊണ്ടാകാം ആ കാറ് പിന്നീട് ഈ വീട്ടിലാരും ഉപയോഗിച്ചിട്ടില്ല. ആരും എന്ന് പറഞ്ഞാൽ ശ്രീ വിജയകുമാറും ഭാര്യയുമല്ലാതെ മറ്റാരും ഇവിടെ ഇല്ല. മകൾ വിദേശത്താണ്. 2 മാസമായിട്ടേ ഉള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. ഈ കോമ്പൗണ്ട് ഇത്രയും വിശാലമായി കാണിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ശ്രീവത്സം എന്ന ഈ വീട്ടിനെക്കുറിച്ചൊരു ധാരണ വരുന്നതിന് വേണ്ടിയാണ്. കൊലപാതകി മുൻവശത്തെ ഗേറ്റിലൂടെ ഇവിടെ നിന്നും ദൂരെ കാണുന്നതാണ് മുൻവശത്തെ ഗേറ്റ്. അതുവഴി ഒരു കാരണവശാലും അകത്ത് വരാൻ സാധ്യതയില്ല. കാരണം ടാറിട്ട മെയിൻ റോഡിൽ നിന്നാണ് അകത്തേക്കുള്ള പ്രവേശനം. അത് മറ്റാളുകളുടെ ശ്രദ്ധയിൽപ്പെടും എന്നുള്ളത് കൊണ്ട് അതുവഴി ഒരു കാരണവശാലും പ്രതി വന്നിരിക്കാൻ സാധ്യതയില്ല. പ്രതി പറഞ്ഞതും പിൻഭാഗത്തു കൂടിയാണ് അകത്തേക്ക് വന്നു എന്നുള്ളതാണ്. പ്രതി അത് തന്നെയാണ് സമ്മതിച്ചതും. ഇപ്പോൾ കാണുന്ന ഔട്ട് ഹൗസ് നോക്കുക. ഈ ഔട്ട് ഹൗസിലാണ് സെക്യൂരിറ്റിക്കാരൻ താമസിക്കുന്നത്. അവിടെ ഇതിനകത്ത് ഒരു മുറിയുണ്ട്. ആ മുറിക്ക് സമീപമായി ടോയ്ലറ്റും ഉണ്ട്. സ്ഥിരമായി തമിഴ്നാട്ടുകാരനായ സെക്യൂരിറ്റിക്കാരൻ ഈ ഔട്ട് ഹൗസിലാണ് താമസിച്ചിരുന്നത്. ഈ ഭാഗത്തും 2 പട്ടിക്കൂടുണ്ട്. പക്ഷേ അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. നേരത്തെ കാണിച്ച പട്ടിക്കൂട്ടിലാണ് ഇപ്പോഴുള്ള പട്ടിയെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ആണെന്ന് തോന്നുന്നു അമിത് ഒറാങ്ങും ഭാര്യയും ഒരുപക്ഷെ താമസിക്കാൻ ഇട വന്നിരുന്ന ഔട്ട് ഹൗസ്. ഇവിടെ സെക്യൂരിറ്റിക്കാരൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് കാണാം. മുറി അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കോണിയാണ്. ഇവിടെ ഒരു കോണി ചാരി വച്ചിട്ടുണ്ട്. ഈ കോണി ഒരു പക്ഷേ ഉപയോഗിച്ച് മതിൽ ചാടിയതാകാം. ഈ ഉയരം കൂടിയ മതിൽ ചാടി കടക്കണം എങ്കിൽ ഒരുപക്ഷെ ഈ കോണി ആരെങ്കിലും എടുത്ത് തൊട്ട് പിൻവശത്ത് തന്നെയാണ് മതിൽ, അവിടേക്ക് ചാരി വെക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഇതാണ് ആ സെക്യൂരിറ്റിക്കാരൻ, ഈ ചെയറിൽ ഇരിക്കുന്ന ക്രോസ് ചെയ്ത മഞ്ഞ നിറമുള്ള ഷർട്ടിട്ട, അരക്കയ്യൻ ഷർട്ടിട്ട ഈ വെളുത്ത മനുഷ്യൻ. ദേ അപ്പുറത്തിരിക്കുന്ന ആ സ്ത്രീയാണ് വീട്ടുജോലിക്കാരി, തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന സ്ത്രീ. അത് വീട്ടുജോലിക്കാരിയാണ്. മറ്റേത് സെക്യൂരിറ്റിക്കാരനാണ്. സെക്യൂരിറ്റിക്കാരൻ വളരെ അവശതയുള്ള ഒരു മനുഷ്യനായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആരോഗ്യവാനായ ഒരാളല്ല. ഇയാൾ 22 വർഷമായി ഇവിടെ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നുണ്ടെന്ന് അയാൾ പറയുന്നു. ഇതാണ് ഈ റോഡിൻ്റെ മുൻവശത്തുള്ള മതിൽ, ശ്രീവത്സത്തിൻ്റെ മുൻവശത്തുള്ള മതിൽ. ഈ മതിലിന് സമീപത്തു കൂടിയാണ് ഈ വീട്ടിൻ്റെ ഗേറ്റ് ഫ്രണ്ടിൽ തുറക്കുന്നത്. ഇത് വീട്ടിൻ അകത്തെ സൂക്ഷിച്ചിരിക്കുന്ന കൗതുക കാര്യങ്ങളാണ്. ഇതാണ് വീട്ടിൻ്റെ നമ്പർ C107/234. ഇത് ആ വീട്ടിൻ്റെ മുൻവശത്ത് സൂക്ഷിച്ചിരിക്കുന്ന ചെരുപ്പുകളാണ്. ലേഡീസ് ചെരുപ്പും കാണുന്നുണ്ട്, ക്യാൻവാസ് ഷൂ, സ്ലിപ്പർ എന്നിവ കാണുന്നുണ്ട്. ഈ 2 ചെരുപ്പുകളും വെളിയിൽ വെച്ചിട്ടുണ്ട്. പഴക്കം ചെന്ന ചെരുപ്പുകളാണ്. വിജയകുമാർ രാവിലെ വീട്ടിനുള്ളിൽ നടക്കാറുണ്ട്. അതിന് ഉപയോഗിക്കുന്ന ചെരുപ്പുകളായിരിക്കും. ഇതാണ് ഈ വീട്ടിൻ്റെ ഏറ്റവും മുൻവശം. ഒരു ജംഗ്ഷന് ഏകദേശം സമീപം എന്ന് പറയും. വീടിൻ്റെ നേരെ എതിർവശത്തായി ഒരു സ്റ്റോർ, ഒരു ചെറിയ കട, സ്ത്രീകൾ നടത്തുന്ന ഒരു കട കാണാൻ ഇടയായി. വിജയകുമാർ അവിടെ വന്ന് ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങും എന്ന് ആ കട ഉടമസ്ഥയായ സ്ത്രീ പറഞ്ഞു. ഇപ്പോഴും ആ വീട്ടിനകത്തേക്ക് ആളുകൾ കയറി പോകുന്നത് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനാണ്. ശ്രീവത്സം എന്ന വീട്ടിൻ്റെ പേര് എഴുതി. ഇതിൻ്റെ മുൻവശത്ത് ആരോ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അത് നാട്ടുകാരോ ആണോ എന്നറിയില്ല. കാരണം സ്പോൺസർ ചെയ്ത വ്യക്തികളുടെ പേരൊന്നും കാണുന്നില്ല. അതോ ബന്ധുക്കൾ തന്നെ ഈ പോസ്റ്റർ പതിപ്പിച്ചതാണോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
ആ ഒരു പോസ്റ്റർ മാത്രമേ കാണുന്നുള്ളൂ താനും. വീട്ടിൽ ശവസംസ്കാരം നടക്കുന്ന ഈ വീട്ടിൽ ആളുകളുടെ കുറവ് കാണുന്നുണ്ട്. ഇതാണ് ആ സെക്യൂരിറ്റിക്കാരനായ വ്യക്തി. ഈ നിൽക്കുന്ന വ്യക്തി നോക്കുക. ഇദ്ദേഹം കാതിൽ ഇയർഫോൺ ഘടിപ്പിച്ചിട്ടുമുണ്ട്. കാരണം അയാൾക്ക് കേൾവിക്കുറവുണ്ട് എന്ന് പറയും. ഇദ്ദേഹം ഇത് നോക്കുക. പ്രധാനമായും നിങ്ങളെ കാണിക്കുന്നത് മെയിൻ ഡോർ, വീട്ടിനകത്ത് പ്രവേശിക്കുന്ന മെയിൻ ഡോറിൻ്റെ ഇരുഭാഗത്തുമായിട്ടുള്ള സൈഡ് വിൻഡോസാണ്. സൈഡിലുള്ള ജനലുകൾ, രണ്ട് വശത്തും രണ്ട് ചെറിയ ജനലുകൾ, ഗ്ലാസ് ഇട്ടത് നിങ്ങൾക്ക് കാണാം. ഇതാ ഇപ്പോൾ നിങ്ങൾ ആ ചെറിയ ജനലിൻ്റെ മുകളിലും താഴെയുമായി കുറ്റിയിട്ടിരിക്കുന്നത് കാണാം. ഇത് മെയിൻ ഗേറ്റിലുള്ള കുറ്റിയാണ്. ഈ ചെറിയ ജനലിൻ്റെ ഭാഗത്തു കൂടി ഈ കുറ്റി എടുത്തു മാറ്റിയിട്ട് കൈ ഉപയോഗിച്ച് ഈ കുറ്റി താഴ്ത്തി എന്നാണ് പറയുന്നത്. മെയിൻ ഡോറിൻ്റെ കുറ്റി താഴ്ത്തിയാണ് അകത്ത് കയറിയത് എന്നാണ് അമിതൊറാങ്ങ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ചെറിയൊരു ഹോൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്നാൽ സൂക്ഷിച്ച് നോക്കിയാൽ അകത്ത് വശത്ത് ആ ഹോള്, അതായത് സ്ക്രൂ ഡ്രൈവർ കയറിയിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് തുറന്നു എന്നുള്ളത് സംശയാസ്പദമായ കാര്യമാണ്. ഇതുവഴി തുറന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സ്ക്രൂ ഡ്രൈവർ കൊണ്ടുള്ള ഒരു ചെറിയ പ്രയോഗം നടത്തിയിട്ടേ പൂർണ്ണമായും സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്ക്രൂ ഡ്രൈവർ അകത്ത് കയറിയാൽ മാത്രമേ ഈ ചെറിയ ജനലിൻ്റെ ഹുക്ക് എടുത്തു മാറ്റാൻ കഴിയുകയുള്ളൂ. ഇതാണ് ചെറിയ ജനൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജനലിൽ തുറന്ന് കൈ അകത്തേക്കിട്ട് പ്രധാനപ്പെട്ട ഈ കാണുന്ന വലിയ ഡോറ് അതിൻ്റെ കുറ്റി താഴേക്ക് വലിച്ചിട്ടാണ് വാതിൽ തുറക്കുക എന്നുള്ള കാര്യം